ഞാൻ ഇപ്പോൾ കേട്ടൊരു പാട്ട് വാരി വെറുസി കട്ടനുകയാസി കടക്കള്ളയാണ്ടപ്പത്താസ ഞാൻ ഒരു 80s കിട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെട്ടതാണ്. കാരണം നമ്മൾ ഈ പാട്ടിൻ്റെ പല വേർഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോംബെ റോക്കേഴ്സിൻ്റെ ഒരു വേർഷനുണ്ട്. കാരണം 80s കിട്ടാനുസരിച്ച് ഒരു 2000 മുതൽ നമ്മുടെ V4 മ്യൂസിക് അങ്ങനെ പല മ്യൂസിക് ചാനലുകൾ ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ആരി അത് നമ്മൾ കാരണം അത്ര ഇമോഷണലി ഭയങ്കര കണക്റ്റ് ആവുന്ന ഒരു പാട്ട് സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ അതെനിക്ക് പറഞ്ഞതേ ഉള്ളൂ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദുരന്തർ ഫസ്റ്റിനെ കുറിച്ച് വരികയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരു സർപ്രൈസിങ് എലിമെൻറ്റ്സ് പക്ഷേ ഇങ്ങനെ നമുക്കൊരു സ്പൈ അല്ലെങ്കിൽ ഒരു സിനിമ നമുക്ക് ഇങ്ങനെ രീതിയിലൊക്കെ എടുക്കാൻ പറ്റുമോ? മീൻസ് എല്ലാ സിനിമകളും ഞാൻ പറഞ്ഞില്ല, ഏജന്റ് വിനോദ് അങ്ങനെ കുറേ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു YRFൻ്റെ സ്പൈ യൂണിവേഴ്സായിരുന്നു. ദുരന്തർ 1 കണ്ട ശേഷം എല്ലാവരും നമ്മൾ ആ സിനിമയെ സ്പൈ യൂണിവേഴ്സിനെ YRF സ്പൈ യൂണിവേഴ്സിനെ ബാക്ക് ചെയ്യുന്നു. കാരണം കുറേ കൂടെ ഒരു 100% റിലീസ് ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ആണെങ്കിൽ ഒരു നിയർ ടു ആ ഒരു സംഭവത്തിലേക്ക് വന്നിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം ബോണസ് ആയിരുന്നു ദുരന്തർ ഫസ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും. അപ്പോൾ ദുരന്തർ സെക്കൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിരുന്നു, ഹെവി ആയിരുന്നു. അതിൻ്റെ മേലൊന്നുമില്ല. പക്ഷേ സംഭവിച്ചാൽ ഈ ഒരു ടൈം ലൈൻ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ദുരന്തർ ഫസ്റ്റിൽ തന്നെ 2009 ആ ഒരു സമയത്തിലേക്ക് എത്തുന്നുണ്ട്, ഒരു 2009-10 ആ ഒരു കാലഘട്ടം. പിന്നെ അതിനുശേഷം ഒരു കുറേ വർഷങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വോൾഡറായിപ്പോയി. കാരണം ആദ്യത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ പലപ്പോഴും ഈ ഒരു സിനിമയുടെ ആ ഒരു ഗ്രാഫ് ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ നിന്ന് ഉയർന്നും താഴ്ന്നും ഒക്കെ പോകുന്നൊരു ഇതുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെയും കുറച്ചുകൂടെ ഒന്ന് പോയി. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകാൻ കഥ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലെത്തി കുറച്ചൊരു സമയത്തുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ടിപ്പിക്കൽ തെലുങ്ക് മാസ് മസാല ആക്ഷൻ സിനിമയുടെ ഒരു ലെവലിലേക്ക് കയറിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും ബെറ്റർ ഒരു ഔട്ട്പുട്ട് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതെൻ്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായമാണ്. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ആ ഒരു കാരണം നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഒരു വശമൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പാകിസ്ഥാനികളെന്ന് വെച്ചാൽ മണ്ടന്മാരൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ സിനിമയിൽ അങ്ങനെ കാണിക്കാം, നമുക്ക് എന്തും. ഇതിനകത്ത് ലോജിക്കിൻ്റെ ഒരു ദുരന്തർ ഫസ്റ്റിൽ നമുക്ക് പറയാം ഓക്കെ, നമുക്ക് കുറേ ഇതുണ്ട്, സർപ്രൈസിങ് എലിമെൻറ്റ്സും കാര്യങ്ങളായിട്ടൊക്കെ പോയിട്ട് ഇതിലെത്തുമ്പോഴത്തേക്കും ഒട്ടും ലോജിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പാകിസ്ഥാനി IS എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മണ്ടന്മാരൊന്നുമല്ല അതിനകത്ത് ഇരിക്കുന്നത്. ആ ഒരു ചിന്തയൊക്കെ നമുക്ക് വരും, ഇത്ര മണ്ടന്മാരാണ് മീൻസ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു ഇതൊന്നും നമുക്കൊരു ഇത് തന്നെ കാണുമ്പോഴത്തേക്ക് എന്നെ നമ്മൾ ദേശദ്രോഹി എന്നൊക്കെ വിളിക്കുമായിരിക്കും കുറേ പേര്. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ഒരു ടിപ്പിക്കൽ തെലുങ്ക് മാസ് മസാല ആക്ഷൻ സിനിമയുടെ ഒരു ഇതിലേക്ക് അങ്ങ് പോയി. അതൊന്നും വേണ്ടായിരുന്നു. ഒരു കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ കുറേ ഇമോഷണൽ എലിമെൻറ്റ്സും കാര്യങ്ങളുണ്ട്. ഈ ഒരു ഇമോഷണൽ ക്യാരി ചെയ്ത ഒരു സിനിമ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് അത്രയും ഒരു ഹൈ വാല്യൂ കിട്ടുമായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു അനാവശ്യമായ കുറേ സാധനങ്ങളെ കൊണ്ടുവന്നിട്ട് പോയി. എന്നിരുന്നാലും കുഴപ്പമില്ല, ഒരു സിനിമാറ്റിക് ആ ഒരു ഇത് വെച്ചിട്ട് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ദേശസുരക്ഷയായിട്ട് ബാധിച്ച കാര്യങ്ങളൊക്കെ ഇത് സെൻസർ ബോർഡൊക്കെ എനിക്കൊന്നും പറയാനില്ല. നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വേറെ ലെവലിലേക്ക് കൊടുക്കും. കാരണം എനിക്ക് ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. കാരണം ഇന്ത്യയുടെ സുരക്ഷയും കാര്യങ്ങളും എല്ലാം വളരെ മോശമായി കാണിച്ചൊരു സിനിമയാണ്. പക്ഷേ സെൻസർ ബോർഡ് അവർക്ക് ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു സിനിമ കൊടുത്ത് നമ്മളാരും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചില്ല. പക്ഷേ എനിക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. കാരണം നമ്മുടെ ദേശ സുരക്ഷയും നമ്മുടെ പോലീസ് നമ്മുടെ ഓരോ സംസ്ഥാന പോലീസിനെയൊക്കെ മോശമായി കാണിച്ചും അവസാനം നമ്മുടെ ഇന്ത്യക്കാരിൽ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ വില്ലന്മാരാക്കി എല്ലാം ചിത്രീകരിച്ചിട്ടാണ് ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു സിനിമ പോയത്. അതിനെങ്ങനെ ഇവിടുത്തെ സെൻസർ ബോർഡ് അനുമതി കൊടുക്കുന്നത് പോലെ എനിക്കറിയില്ല, എൻ്റെ ഒരു സംശയം മാത്രമാണ്. അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ട് നമ്മുടെ ദേശ സുരക്ഷയും അല്ലെങ്കിൽ ഇൻറ്റേർണൽ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ ഒരു നാടകം പോലെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. ദേശദ്രോഹി ആക്കരുത് ആരും എന്നാണ്. ഇതൊക്കെ എൻ്റെ ഒരു ന്യായമായുള്ള സംശയമാണ് ഒരു സാധാരണ പൗരനെന്ന രീതിയിൽ. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സിനിമാറ്റിക് ഓക്കെ കണ്ടിരിക്കാം. അതാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും കട്ട് ചെയ്ത് മാറ്റിയിരുന്നെങ്കിൽ കുറെ കൂടുതൽ ബെറ്റർ സിനിമ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പടം വളരെ നല്ല പടം, 1000 കോടി ഉറപ്പായി. ഭയങ്കര ഇങ്ങനെ ഇത്രയും ഒരു 4 മണിക്കൂർ പടം ഇത്രയും സോൾഡ് സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമൊന്നുമല്ല. ഭയങ്കര ആദിത്യദാർ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടൊരു പടം ചെയ്തേക്കുന്നു. ഇത് മസ്റ്റ് 1000 കോടി, ഈസി 1000 കോടി മസ്റ്റ് ഒന്നും പറയണ്ടേ. ഫസ്റ്റിനെക്കാറ്റ് സൂപ്പറാണ്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര കിടിലാണ്. ക്ലൈമാക്സിന് പുറത്ത് ക്ലൈമാക്സുകളാണ്. നമ്മൾ ഭയങ്കര സർപ്രൈസ്ഡാണ്. ഒരിക്കലും വിചാരിക്കാത്ത സാധനങ്ങളാണ്. ഇൻ്റർവൽ പഞ്ച് ഭയങ്കര സൂപ്പറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തത്തിൽ നൈസാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്.
ആ ബീറ്റ് സോങ് എല്ലാം നമ്മൾ 1 മിനിറ്റ് ബോറടിക്കുന്നില്ല. 4 മണിക്കൂർ പറഞ്ഞ ഹ്യൂജ് അവറാണ്. 4 മണി 2 മണിക്കൂർ കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് 4 മണിക്കൂർ ഫുള്ള് നിൽക്കാന്ന് പറഞ്ഞൊരു ഭയങ്കര ടൈമാണ്. അത് വെച്ചിട്ട് ഈ പടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 1000 കോടി ഷുവറാണ്. രൺബീറിന് നാഷണൽ അവാർഡ് ഉറപ്പ്. രൺബീർ അത്ര മനോഹരമായിട്ട് ആക്ടി. അതുപോലെ ഫൈറ്റ് സീൻസ് പിന്നെ കുറച്ച് ബ്രൂട്ടലാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും. നല്ല ഹെവി ആയിട്ടുള്ള ബ്രൂട്ടൽ സീൻസ് ഉണ്ട്. പക്ഷെ കിടിലനായിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ ഫ്രെയിമും ടൈം ഫ്രെയിമും എല്ലാം ഒരുപാട് സർപ്രൈസ് എലമെൻറ്റ്സ്. നല്ല പടമാണ്, എന്തായാലും കാണണം. പിന്നെ പ്രൊപ്പഗാൻഡ ഉണ്ടോ അങ്ങനെയൊന്നും എനിക്കങ്ങനെ പ്രൊപ്പഗാൻഡ തോന്നിയിട്ടില്ല. കാരണം റിയൽ ഇൻസിഡൻസ് ഇത് നമ്മൾ ന്യൂസിൽ വായിച്ച എല്ലാ ഇതും കണക്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടായിരുന്നത്. എല്ലാ കാര്യം ഇപ്പോൾ ഡീമോണിറ്റൈസേഷൻ്റെ ആയാലും ക്യാഷ് സ്റ്റോപ്പ് ചെയ്യുന്നതായാലും അപ്പോൾ റിയൽ ആയിട്ട് നടന്ന പാകിസ്ഥാനിൽ അൺനോൺ മെൻ ആളുകളെ കൊല്ലുന്നതായാലും ഇതെല്ലാം നമ്മൾ റിയലായിട്ട് ന്യൂസ് പേപ്പറിൽ വായിക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് അതെല്ലാം കൂടെ ഒരു ത്രെഡിലാക്കി ചെയ്തേക്കുന്നതാണ്. ആ സ്ക്രിപ്റ്റ് അത്രയും സോൾഡാണ്. അപ്പോൾ ഇതെല്ലാം ഡെയിലി ന്യൂസും കാര്യങ്ങളും എല്ലാം വായിക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റും ആവും. അത് ഭയങ്കര ഒരു ഇന്ത്യൻ ഫീലിംഗ് ഭയങ്കരമായിട്ട് തോന്നും. നമുക്ക് ബ്ലഡ് റഷ് ആവും പല മൊമെൻറ്റും. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഭാരതീയൻ എന്ന രീതിയിൽ അഭിമാനം തോന്നുന്ന ലെവലിലുള്ള പടമാണ്. ഫസ്റ്റായിട്ട് കാണും.